നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഒരു വലിയ സംഗീത സംവിധായകനാണ്, മാത്രവുമല്ല ഒരു വയലിനിസ്റ്റാണ്, അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന് ഒരു സ്കൂളുണ്ട്. അങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും ആ മഹത് വ്യക്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു പാട്ടോടുകൂടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യും. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളിൽ പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ. ഇത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലേതാണ്. ഈ സിനിമയിലെ ഈ ഗാനത്തിനാണ് എനിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത്. ഇതിൻ്റെ സംഗീത സംവിധായകൻ മോഹൻ സിത്താര, ഇതെഴുതിയത് യൂസഫ് അലി കച്ചേരി, ഇതിൻ്റെ ഡയറക്ടർ ശ്രീ വിനയൻ. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇതിൻ്റെ സംഗീത സംവിധായകനാണ്. മാത്രവുമല്ല അദ്ദേഹം ഒരുപാട് ഗായകരെ സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം കൂടെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏറെ ബഹുമാനത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മോഹൻ. നമസ്കാരം. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. തുടക്കം മുതൽ ഇതുവരെ പരിചയമുള്ളതും എനിക്ക് ഒരുപാട് പാട്ട് തന്നതും അതിലൊരു പാട്ടിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയ അതെ അതെ, തീർച്ചയായിട്ടും ഒരു സംഭവമുണ്ട്. അപ്പം നമുക്ക് തമ്മിൽ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് തികയില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊരു ലിമിറ്റ് വരെ പറയും. അതെ, അല്ലേ? സമയമില്ലല്ലോ. അതെ അതെ. എന്തായാലും ഒട്ടും സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്നാ വിശേഷങ്ങൾ എവിടെ തുടങ്ങണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1977 തുടങ്ങണോ 76 തുടങ്ങണോ? അതിനു മുമ്പ് നമ്മൾ V1 ഓർക്കസ്ട്ര അല്ലേ, പാളയത്ത് താജ് ഹോട്ടലിന്റെ അല്ലേ മുകളിൽ എത്രയോ വർഷം. എങ്ങനെയാണ് ഈ V1 ഓർക്കസ്ട്രയിൽ വന്നത്? ഞാൻ ദാസറിന്റെ തെലങ്കനസിൽ സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ പഠിക്കാൻ വന്ന കാലത്താണ് ഞാൻ പിന്നെ V1ലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വയലിൻ അധ്യാപകനായിരുന്നു അതോ? അല്ല, അവിടെ ഞാൻ വയലിൻ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പഠിക്കാൻ വേണ്ടി വന്നത്? ഓ, അങ്ങനെ. അവിടെ ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്ന വയലിൻ. തൃശ്ശൂരല്ലേ? തൃശ്ശൂർ അല്ലേ? അപ്പം വയലിൻ പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് 1977 വന്നു. അപ്പൊ അന്ന് ആരായിരുന്നു ഗുരു വയലിന്റെ? അന്ന് രഘുമാഷായിരുന്നു. രഘുമാഷ് എന്നെ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ചേട്ടൻ ചേട്ടൻ അവിടുത്തെ. ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയാണ്. സുബ്രഹ്മണ്യം അദ്ദേഹമാണ് മോഹൻ സിത്താരയുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം സിത്താറിസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹമാണ് തൃശ്ശൂരിൽ നിന്ന് മോഹനെ ഇവിടെ കൊണ്ടുവന്ന് തരങ്ങണി ചേർത്തു. രഘുമാഷിന്റെ ശിഷ്യനായി. എത്ര വർഷം പഠിച്ചു? 4 വർഷം. 4 വർഷം. അതിനുശേഷം 80 ആയപ്പോഴത്തേക്ക് ഗാനമേളയ്ക്ക്. അതല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ കുഴപ്പമില്ലാണ്ട് വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ V1 ആയത്. എത്ര വർഷം V1? എനിക്ക് 2-3 വർഷം, 4 വർഷം. പിന്നെ വേറെ ട്രൂപ്പിൽ വല്ലതും പോയി? പിന്നെ അതിന് ശേഷമാണ് സിത്താര മ്യൂസിക് ക്ലബ്ബ്. അതെ, താജ് ഹോട്ടലിന്റെ പാളയത്ത്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ സത്യം പറഞ്ഞ ആ സമയത്ത് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ അണ്ണൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തരുന്ന 2 പാട്ടാണ്. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ജനനീ, ഈ ഒരു പാട്ട് പാടും. പിന്നെ എനിക്കുള്ള പാട്ട് ഒരേ നാൾ ഉനൈനാൻ നിലാവിൽ പാർത്തത് ഉലാവും ഉന്നിളമൈതാൻ ഊഞ്ചലാടുത് ഒരേ നാൾ.
അയ്യോ അതൊക്കെ എനിക്ക് നിങ്ങളൊക്കെ ബാക്കപ്പ് ആയിട്ടല്ലേ വയലിനും ബാക്കി ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സത്യം അത് ഓർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നു. ആ സ്റ്റേജുകളും ആ സമയങ്ങളും പിന്നെ നമ്മളെ എല്ലാവരും കൂടെ ഒരു ടെമ്പോയിലാണ് കൊണ്ടിറക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ്. അതെ 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 അത് നമ്മളെല്ലാവരും കൂടെ ടെമ്പോയിലാണല്ലോ പോകുന്നത്. മണികണ്ഠൻ. അതെ 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 അന്ന് നമ്മളെല്ലാരും ഒരു ടെമ്പോയില് കുത്തി നിറയ്ക്കുകയാണ്. കാരണം മിക്കവാറും ഞാൻ അണ്ണന്റെ അടുത്തായിരിക്കും, കാരണം ഏറ്റവും ബാക്കിലാണല്ലോ കലാപരിപാടി. പറയില്ലേ അവ നമുക്ക് സുഖമാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏതാണ്ട് പാളയത്ത് കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ബുഹാരി വരെ ഒന്ന് പോട്ടെ. കാരണം അവിടെ പോയിട്ട് വെളുപ്പാങ്കാലത്തെ 5 മണിക്ക് ഫ്രഷ് ആയിട്ടൊരു മട്ടനും പെറോട്ടയും കൂടെ ആയാലും ഒരു ഫിനിഷ് വരും. മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കയറുകയാണ്. തീർച്ചയായിട്ടും കയറി വാടാ മക്കളെ. ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും നമ്മളുടെ സിനിമ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ നിന്ന്. കലാഭവൻ മണി എന്തു പറയാൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് സമർപ്പിക്കാം. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് അത്ര അഭിനയിക്കുന്ന ഒരാളാണ്. മനസ്സും ഭയങ്കര എനിക്കിഷ്ടമാണ് അയാൾ. നമ്മളിപ്പോൾ വാസന്തി ലക്ഷ്മിയിലെ പാട്ടൊക്കെ തന്നെ ശരിക്കും അയാൾ തന്നെ പാടാണെന്ന്, കലാഭമണി തന്നെ പാടാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ശ്രീകുട്ടന് നാഷണൽ അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ടല്ലോ, ചാന്തുപൊട്ട്. ഭയങ്കര ഇന്നസെൻ്റ് ഫീലാണ് അല്ലേ? അതെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനും മണിയുടെ ആ ഫേസും മണിയെ പാടുന്നതൊക്കെ അത്രയും എന്താ പറയുക, അത് വിനയട്ടം അതിഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടൻ ഭയങ്കര ഫീലാണ് ശ്രീകുട്ടൻ അത് പാടിയത്, അത്രയായി പാടിയിട്ടുണ്ട്. എന്താ പറയാ, അണ്ണന്റെ എത്ര പാട്ടുള്ള ഞാൻ പഠിക്കുന്നത്. 77 എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ ഏതാണ്? ആദ്യത്തെ എൻ്റെ സിനിമ പിന്നെ 1 മുതൽ 0 വരെ. അതിനകത്തിലെ വേണുഗോപാലിനെ ഇൻട്രൊഡ്യൂസ്. അതെ. പിന്നെ അഫ്സല്, വിധുപ്രതാപ്, ജോത്സന, ഫ്രാങ്കോ, മഞ്ജരി ആദ്യമായിട്ട് എൻ്റെ പാട്ടാണ് പാടിയത്. അങ്ങനെ ആരൊക്കെ, പിന്നെ സുദീപ്, പിന്നെ അങ്ങനെ ആരൊക്കെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. 28 പേരെ 28 പേരെ ഇൻട്രൊഡ്യൂസ്, ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഇപ്പൊ ഞാൻ അടുത്തൊരു കഴിഞ്ഞ ആഴ്ച റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അത് തൃശ്ശൂരെ കളക്ടറാണ് പാടിയത്. അതിഗംഭീരമായിട്ട് പാടുന്നുണ്ട്. ചിത്രമൊക്കെ പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്ര അസലായി പാടുന്നുണ്ട്. ഒരു കളക്ടർ എന്നുള്ള ജാടയൊന്നുമില്ല, വളരെ സിമ്പിൾ. സോ ആദ്യത്തെ ചോദ്യം, ഒരു ഓഡിയോ കേൾക്കാം. ചോദ്യം: ഈ ഗാനം സിനിമയിൽ ഏത് ഭാഗത്തായാണ് കാണിക്കുന്നത്? എ ടൈറ്റിൽ ഗാനമായിട്ട്, ബി സിനിമയുടെ അവസാന ഭാഗം, സി ഇടവേളയ്ക്ക് ശേഷം. അണ്ണനല്ലേ റീ റെക്കോർഡ് ചെയ്തേ? അതെ. ഞാൻ ഇക്കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ. നമ്മൾ റീ റെക്കോർഡ് ചെയ്ത് പോകും, പിന്നെ ആ സിനിമനെ പറ്റി പിന്നെ ചിന്തിക്കാറില്ല. അതെ, എവിടെയാണ് എങ്ങനെയാണ് അറിയില്ല. നോക്കാം. അടുത്ത സിനിമയിലോട്ട് പോകുമ്പം അതിൽ അതെ. ആ കാരണം എൻ്റെ പാട്ടുകളൊന്നും ഞാൻ ഓർക്കാറില്ല. എന്നാലും ഒരു ഓർമ്മയിൽ എവിടെ ആയിരിക്കും? ടൈറ്റാണോ? എ ടൈറ്റിൽ ഗാനമായി ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 27, 28, 29 ഇപ്പോൾ കളക്ടറും കൂടെ ചേർത്ത് 30 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരൊക്കെ എങ്ങനെയാണ് അണ്ണനുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ടോ? അതോ ഈ സ്മരണ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എപ്പോഴും ഇപ്പം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അണ്ണനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എപ്പോഴായാലും എല്ലാം വെട്ടി തുറന്ന് സംസാരിക്കുന്നു. എല്ലാവരും അങ്ങനെയാണോ? പലരും അങ്ങനെയല്ല.
പിന്നെ പറയാൻ പറ്റില്ലല്ലോ, ജീവിതമാണല്ലോ, ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമാണ്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ വിട്ടുപോകും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരാളെ ഇപ്പം ഞാനല്ല നോട്ടീസ്, ദൈവം അവർക്കൊരു എന്താ വഴി കാട്ടുന്നു, അത് എന്നിൽ കൂടി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഒരു നിമിത്തമായി മാറുന്നു. ഞാൻ അത് പാടിച്ച് എന്തോ ദൈവം അത് ഹിറ്റാക്കി തരുന്നു. അല്ലാണ്ട് ഞാൻ ഹിറ്റാക്കുന്നതോ അല്ലെങ്കിൽ പാടുന്ന ആൾ ഹിറ്റാക്കുന്നതോ അതിൻ്റെ ഡയറക്ടർ ഹിറ്റാക്കുന്നതല്ല, അത് ദൈവമാണ് ഹിറ്റാക്കി തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഹിറ്റാവുന്നു, അവരങ്ങനെ രക്ഷപ്പെടുന്നു, അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാം. എന്തുവേണേ ആയിക്കോട്ടെ. ആദ്യമായിട്ട് ചെയ്ത സിനിമ 1 മുതൽ 0 വരെ. അതിനുശേഷം അലി അക്ബറിൻ്റെ ഒരു ഫിലിമുണ്ട്, മാമലകൾക്കപ്പുറത്ത് എന്ന് പറഞ്ഞൊരു. മാമലകൾക്ക് അതാണ് ഞാൻ രണ്ടാമത്. ദാസേട്ടനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാനുമായിട്ടുള്ള ബന്ധം ഇനി പറയേണ്ട കാര്യം നമുക്കറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാം. എന്നാലും ദാസേട്ടൻ ആയിട്ടുള്ള ബന്ധം, ദാസാറ് കാരണമാണ് ഈ ചാനലിൽ പറയാം നേടാം പണം നേടാം എന്ന് പറഞ്ഞൊരു ഇവിടെ ഇരിക്കുന്നത്. അതിന് ദാസാറിനോട് എങ്ങനെ നന്ദി പറയണം എന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ദൈവത്തിനോടും എൻ്റെ മാതാപിതാക്കളോടും, മരണപ്പെട്ട എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ചേട്ടനോടും. കാരണം അവരൊക്കെ ഒരു നല്ല അങ്ങനത്തെ ഒരു മാതാപിതാവിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നുമല്ലാത്ത എന്നെ ഇവിടെ ഇരുത്തുന്നത്. ചെയ്തതെല്ലാം ഹിറ്റാണല്ലോ. എത്രയോ സിനിമ, ഇപ്പൊ എത്ര സിനിമ ചെയ്താണ് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മയില്ല. കൂടുതൽ റീ റെക്കോർഡിങ്. അപ്പോൾ ഒരു 450 സിനിമകളെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ആയിരിക്കില്ല, അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ആരോടും പറയാറില്ല, പുറത്തോട്ടൊന്നും പറയാറില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തരങ്കണി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം അതിന്റെ അങ്ങേറ്റത്തായിരുന്നല്ലോ വീട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ടുണ്ട്, അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ എളുപ്പമായിരുന്നു. കാരണം റെക്കോർഡിംഗ് ഉള്ളപ്പോഴത്തേക്ക് തരങ്കണി വന്ന് ആദ്യം വയലിൻ വായിക്കുകയായിരുന്നു, അതിനുശേഷമാണെന്നല്ലോ മ്യൂസിക് ഡയറക്ഷൻ. പിന്നെ വയലിൻ വായന, പിന്നെ വയലിൻ വായിക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഒരു എൻ്റെ 1 മുതൽ 0 വരെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പലരും വിളിച്ചും കടത്തപ്പടം ചെയ്യാം ചെയ്യുന്നു. പക്ഷേ പിന്നെ നല്ല തിരക്കായി. പിന്നെ ആരും വിളിച്ചില്ല. അതെന്തോ കാരണത്താൽ പിന്നെ ആരും വിളിച്ചില്ല. പാട്ട് കയറി ഹിറ്റായി. പിന്നെ വീണ്ടും വയലിൻ വായിക്കാൻ വേണ്ടി തരങ്ങളിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ വയലിൻ വായിക്കാൻ പോകുന്നു. അതിനുശേഷം പിന്നെ ഇടയ്ക്ക് നമ്മുടെ അയിരൂർ സദാശിവൻ്റെ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തരങ്ങണിയിൽ വന്നു. അപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ എന്നെയാണ് വിളിച്ചത്. അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഞാനാണ് ചെയ്തത്. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശ്യാം സാറ്, ദക്ഷിണമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, രാജശേഷൻ, MG രാജശേഖരൻ, ഉദയഭാനു ചേട്ടൻ, പെരുമ്പാവൂർ മാഷ്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പിന്നെ അസിസ്റ്റ് ചെയ്തു, ഓർക്കസ്ട്രേഷൻ ചെയ്തു തുടങ്ങി. മോഹൻ സിത്താര എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് അണ്ടർലൈൻഡ് ബൈ എക്സ്പീരിയൻസ് ഇൻ ദ മ്യൂസിക് ഫീൽഡ്. അതെ. അപ്പോൾ ഒരു ഡയറക്ടർ വന്ന് പറയുമ്പോൾ, ഒരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനെ കൺസീവ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അണ്ണന് വേഗം ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ അത് തന്നെയല്ല ശ്രീകുട്ട, കാരണം ഞാൻ ചെറുപ്പകാലത്തിൽ ഒരുപാട് പിന്നെ നാടകങ്ങൾക്ക് പോയിട്ടുണ്ട്, വയലിൻ വായിക്കാൻ പോയിട്ടുണ്ട്, കഥാപ്രസംഗത്തിന് വയലിൻ വായിക്കാൻ പോയിട്ടുണ്ട്, പിന്നെ അതിനെന്താ പറയുക, ബാലയ്ക്ക് പോയിട്ടുണ്ട്. എല്ലാത്തിനും പോയിട്ടുള്ളത് കൊണ്ട്. അതുപോലെ മുസ്ലിം ഗാനമേളക്ക് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് കിട്ടും. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പലരും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്, വളരെ ഹിറ്റായ ഒരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. അതെ. അതിൽ മേഘം പൂത്തു തുടങ്ങി, അതുപോലെ തന്നെ 1-ാം രാഗം പാടി, അങ്ങനെയുള്ള കുറേ പാട്ടുകൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് അണ്ണനാണ്, മോഹൻ സിത്താരയാണ്. ഇപ്പോഴും ആ ഓർക്കസ്ട്ര ആ പാട്ടിനെ വളരെയധികം ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. കാരണം ഞാൻ എടുത്തു പറയാൻ കാര്യം, ആസ് എ മ്യൂസീഷ്യൻ ഐ നോ. കാരണം ഒരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്തു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ അസിസ്റ്റ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ അതിന് ഓവറായിട്ട് ചെയ്യും. അതായത് ഞാൻ ചെയ്യുന്ന, അസിസ്റ്റൻ്റ് ചെയ്യുന്ന ഓർക്കസ്ട്ര മേളി നിൽക്കട്ടെ എന്നുള്ള രീതി ചെയ്യും. പക്ഷേ അണ്ണൻ ചെയ്ത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ്. ആ പാട്ടിന് എന്ത് വേണോ ഇപ്പോഴും കാണാതെ നമുക്കെല്ലാവർക്കും ആ റീ റെക്കോർഡിങ് നമുക്ക് മൂളാൻ പറ്റും. അതൊരു വലിയ സംഭവമാണ്. പിന്നെ തന്നെ നമ്മളൊരു പാട്ട് കിട്ടിയാൽ അത് എങ്ങനെ നന്നാക്കാം എന്നാണ്. അത് ഒരു ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് ഒരു പാട്ട് നന്നാവുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാനൊരു പാൻറ്റും പിന്നെ കോട്ടും തയ്യക്കിടുമ്പോൾ ഞാൻ വേറൊരു
അതെ. അതൊരു കൂതറ ഷർട്ടും ഒരു കള്ളിമുണ്ടെടുത്ത എന്നെ വേറെ ലുക്കിലായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഓർക്കസ്ട്രേഷൻ്റെ അവസ്ഥ. നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാട്ട് വേറെ ലെവൽ. അതൊരു കൂതറ സെറ്റപ്പിലാണ് ചില ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയ രീതിയിലാണ് അത് പാട്ട് മോശമായി പോകും. അതൊരു ഓക്കെ. അതെ അതെ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കാണ് നമ്മുടെ ഈ മേഘം പൂത്തു തുടങ്ങി എന്നുള്ളതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാനുണ്ട്, പെരുമ്പാവൂർ സാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു മുറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ പുള്ളി പാട്ട് പറഞ്ഞു, ഞാൻ നോട്ട്സ് എടുത്ത്. അപ്പോൾ പെരുമ്പാവൂർ സാർ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ എനിക്ക് രാത്രി ഉറക്കമൊന്നുമില്ല. അങ്ങനെ ഞാൻ അതിന് മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ബീജം കമ്പോസ് ചെയ്യുന്നു, അതിൻ്റെ കൗണ്ടർ കമ്പോസ് ചെയ്യുന്നു, പാർട്സും അല്ല റിതം ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ 4 മണി 5 മണി ഉറങ്ങിയില്ല. അവസാനം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞാൻ ബോധം കിട്ടി തല അവിടെ വീണു. അങ്ങനെ പെരുമ്പോൾ സാറ് എന്തോ ശബ്ദം കിട്ടി നോക്കുമ്പോൾ ഞാൻ ബോധം കണ്ട് കേൾക്കുന്നു. അത്രയും ചേഞ്ച് ചെയ്ത പാട്ടാണ്. അങ്ങനെ ബോധം കെട്ട് വീണ് അല്ലേ? അതെ അതെ. കാലത്ത് പിന്നെ എണ്ണീറ്റ് പോയിട്ട് സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തു. ഇപ്പോഴും അതിന്റെ ബീജിയം ഒക്കെ ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതെ അതെ അതെ. സോ എ ടൈറ്റിൽ ഗാനമായി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു ഭാഷയാണ്, അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതെ, അബ്ദത്തിൽ പറഞ്ഞു പോയില്ല. കറക്റ്റ് ആണല്ലേ? കറക്റ്റ്. കേറിവാട മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഇതിൽ ഞാൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന കലാഭവൻ മണിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ ദാമു, ബി രാമു, സി രഘു. കലാഭവൻ മണിയുടെ കഥാപാത്രത്തിന്റെ ഞാൻ. രാമാണോ? ബി രാമു. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് 500-600 പടങ്ങൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ പറയാം. നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള അണ്ണൻ്റെ മനസ്സിൽ അതേതൊക്കെയാണ്? ഫസ്റ്റ് 1 മുതൽ 0 വരെ. തീർച്ചയായിട്ടും. പിന്നെ വാസന്തി ലക്ഷ്മി, ഓഫ് കോഴ്സ്. പിന്നെ കരിമാടിക്കുട്ടൻ. ആ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഇന്നലെ അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ്. അതുപോലെ ചാണക്യൻ. പിന്നെ ഭ്രമരം. പിന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്ര എന്ന് പറഞ്ഞ അതിനകത്താണ് ഞാൻ ആ പാട്ട് പാടി മിണ്ടാതിരി പോയില്ലേ. ഉഗ്രം പാട്ടായിട്ടോ. ഞാൻ അങ്ങോട്ടാ ഉഗ്രനായി പാടിച്ചൊരു കേട്ടോ. ഭയങ്കര ഫീലായിരുന്നു. പ്രത്യേകിച്ച് ആ സീനൊക്കെ വെച്ച് കാണുമ്പോഴേ നമ്മളിവിടെ എന്തൊരു പിടിക്കുന്ന ഒരു ചങ്കന്റെ ഇവിടെ ഒരവസ്ഥ. അങ്ങനെ അതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലേ? ഡയറക്ടർ ഉഗ്രൻ ഡയറക്ടർ. മാത്രമല്ല ഒരു സമയത്ത് മോഹന് നിൽക്കാനുള്ള നേരമില്ലായിരുന്നു. കാരണം കംപ്ലീറ്റ് സിനിമയുടെ ഒരു 5-6 സിനിമയൊക്കെയാണ് ഒരു സമയം 6-7 സിനിമയ്ക്കൊക്കെ ചെയ്തിരുന്നത്. അത് എങ്ങനെയായിരുന്നു? അതിന്റെ അനുഭവം എന്തായിരുന്നു? ഒരു പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ അപ്പം ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. തരങ്ങണി സ്റ്റുഡിയോയിൽ പാടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പുതിയ പിള്ളേർ വരുമ്പോൾ അവരെ ട്രൈ ചെയ്യും എങ്ങനെയാണ്. അപ്പോൾ അതിന് കോറസ് പാടുന്ന അവരെ ആദ്യം കോറസ് ഞാൻ പാടിപ്പിക്കാം. ഉദാഹരണം പറയണച്ചാൽ ജോത്സന ഏതൊരു പാട്ടിന് കോറസ് പാടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ മൈക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ചുറ്റും പിള്ളേരെ നിർത്തും. ആൺപിള്ളേരും പെൺപിള്ളേരും നിർത്തും. അപ്പം കണ്ണടച്ചിട്ട് ഓരോരുത്തർ കൊണ്ട് പാടിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഏതൊരു നിസ്സാര സംഭവമാണ് അത്. അവർ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് അതിന് വേറെ കുട്ടി പിന്നെ പാടിപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്താ ആ ട്യൂണിന് അങ്ങനെ വേറെ ലെവലിലേക്ക് എത്തിക്കുക. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കൊച്ചിനെ ഞാൻ കണ്ടു. പാട്ടെല്ലാം കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ പേര് വെച്ചു. എന്തൊരു പേര് പറഞ്ഞു, എനിക്ക് പേരൊക്കെ ഓർമ്മയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഒരു തുളസീദാസിൻ്റെ ഒരു പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനകത്ത് അങ്ങനെ വളക്കിലുക്കം കേട്ടടി അങ്ങനെ എന്തൊരു പാട്ടാണ് സുജാതയെ പാടിയിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ ഡുവറ്റാണ്. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് വരാൻ പറഞ്ഞു, മോളെ ഒന്ന് പാടി നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൾ ഒന്ന് പാടി, കുഴപ്പമില്ലാണ്ട് പാടി. അപ്പോൾ അത് ഓക്കെ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ സുഖമാണി നീലാവ് എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പം അവൾ വന്ന് പാടി, ജോത്സന വന്ന് പാടി. അപ്പോൾ എനിക്ക് ആ ഫീല് എന്തൊക്കെ കുറവുണ്ട്. അപ്പോൾ പാടി കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിൽ പോയി. പിന്നെ ഞാൻ 1-2 ആഴ്ച കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വേറെ പിന്നെ വർക്കുകൾ ചെയ്ത് 2 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ പാട്ട് കേട്ടപ്പോൾ ഒന്നും കൂടി നന്നാക്കാൻ വരും തോന്നി. അങ്ങനെ വീണ്ടും അവളെ വിളിച്ച് കൊണ്ടുവന്ന് പാടുന്ന സമയത്ത് ഞാൻ
ഈ ടൈറ്റാനിക്കിലൊരു ഒരു പാട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് പാട്ട്, അത് അവളോട് പാടാൻ പറഞ്ഞു. അപ്പോൾ അവൾ മനോഹരമായി പാടി. ഈ ഒരു ഫീലാണ് എനിക്ക് എൻ്റെ ഈ പാട്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവള് ആ ഇതിൽ പാടിയത്, ചേതന സ്റ്റുഡിയോയിൽ. അപ്പൊ ബി രാമു ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ ഇതിന്റെ ഒരു അത്. മോൻജി, നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. 8:30 മണിയായി. സോ ഒരു കാര്യവും നമ്മൾ ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ രാത്രി 8 മണിക്ക് വീണ്ടും തുടങ്ങാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോ. മോഹൻ എന്നാണ് പേര്. അതെ. സിത്താര എന്ന് വന്നത് എങ്ങനെയാണ്? 1 മുതൽ 0 വരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന സംഗീത സംവിധായകൻ മോഹൻ എന്ന് പറഞ്ഞിട്ട് സിത്താര ഒന്നും കൂടെ കിടക്കുന്നു. രാജുവും പിന്നെ ജിജോ സാറെ കൂടെയാണ് പേര് അങ്ങനെ ഇട്ടുള്ളത്. ഇരിക്കട്ടെ ഒരു സിത്താര. അതെ. ചിലപ്പോ അവരായിരിക്കും മോഹന്റെ ജോത്സ്യൻ. പുതുമഴയായി പൊഴിയാൻ മധുമയമായി ഞാൻ പാടാൻ കടവിലെ കിളികൾ തൻ. നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വോയിസ് വരും. ആ വോയിസിൽ പാടിയ ആ പാട്ട് മറ്റൊരു എല്ലാവരും പാട്ട് നന്നാവും, പക്ഷെ ആ പാട്ടിന് കുറച്ചുകൂടി വേറെ എന്താ പറയുക, സുഖം കിട്ടും, പുതുമ കിട്ടും. ഇനി വരുന്ന ഗാനമേളയ്ക്കെല്ലാം ഞാനിത് പാടാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. കണ്ണൊക്കെ വെള്ളം വരുന്നത്.